ഹായ് എവരിവൺ. ഒരു പക്ഷേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറി മണി ട്രാൻസ്ഫർ ചെയ്യുകയാണോ? അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ആരെങ്കിലുമായി സംസാരിക്കുകയാണോ? ഇപ്പോഴെല്ലാം നോർമലായി തോന്നുന്നുണ്ട് അല്ലേ? എന്നാൽ ഒരു പക്ഷേ നിങ്ങൾ പോലും അറിയാതെ ഒരാൾ നിങ്ങളുടെ ഡേറ്റ സ്റ്റീൽ ചെയ്യുകയാണെങ്കിലോ? അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന എമൗണ്ട്, നിങ്ങളുടെ പാസ്വേഡ് ഇതൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിലോ? കേൾക്കുമ്പോൾ അല്പം ടെൻഷൻ തോന്നുന്നുണ്ടോ? എന്നാൽ പേടിക്കേണ്ട. അതിനൊരു കാരണമുണ്ട്. കാരണം നിങ്ങളുടെ അറ്റാക്കുകളൊന്നും നടക്കാതിരിക്കുവാനായിട്ട് നിങ്ങളുടെ ഡെവലപ്പർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതെ, ഒരു സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻ. നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളാണോ? നിങ്ങൾ സൈബർ സെക്യൂരിറ്റി കരിയറിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണോ? നിങ്ങൾ വെബ് ഡെവലപ്മെന്റ് പഠിക്കുന്ന ആളാണോ? ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കണ്ടന്റ് സെക്യൂരിറ്റി പോളിസിയെക്കുറിച്ചാണ്. അതെ, CSP. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതെന്താണ്? ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി അതിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സ്ക്രിപ്റ്റ് ടാഗിനെ നമ്മളൊരു മലീഷ്യസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ടാഗിനെ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വെച്ച് വിക്ടിമിൻ്റെ സെഷൻ ID അറ്റാക്കർക്ക് എടുക്കാൻ പറ്റി. ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചത്. എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന CSP ഹെഡർ, അതായത് CSP എന്ന് പറഞ്ഞാൽ കണ്ടന്റ് സെക്യൂരിറ്റി പോളിസി, ഇത് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള അറ്റാക്കുകളെ പ്രിവെന്റ് ചെയ്യാനാണ്. ലാസ്റ്റ് ടൈമിൽ ഞാൻ ഒരു മലീഷ്യസ് പേലോഡിനെ ഇൻജക്റ്റ് ചെയ്തപ്പോൾ ആ ഒരു പേലോഡിനെ ആ ഒരു ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഒരു വെബ് ആപ്ലിക്കേഷനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് CSP ഹെഡർ ചെയ്യുന്നത്. എന്താണ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിലെ കണ്ടന്റ് എന്ന് വെച്ചാൽ ആ ഡോക്യുമെന്റിനുള്ളിൽ എന്താണോ ഉള്ളത് അതാണ് കണ്ടന്റ്. അതേപോലെ ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിലേക്ക് പലതരത്തിലുള്ള കണ്ടന്റുകൾ ആവശ്യമാണ്. ഒരുപക്ഷെ അതൊരു ഇമേജ് ആവാം, അതല്ലെങ്കിൽ കുറച്ച് സോഴ്സ് കോഡുകളാവാം, അതല്ലെങ്കിൽ ചില ടെക്സ്റ്റ്, ടൈറ്റിൽ, അങ്ങനെ പലതുമാവാം. എന്നാൽ എവിടെ നിന്ന് വേണം ഈ കണ്ടന്റ് ലോഡ് ചെയ്യുവാൻ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ലാസ്റ്റ് ഇത് ക്ലോസ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റിയെ ഞാനൊരു അറ്റാക്കറായിട്ട് ഒരു മലീഷ്യസ് കണ്ടന്റ് ഇൻജക്റ്റ് ചെയ്തു. അത് അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഞാൻ കൊടുക്കുന്ന കണ്ടന്റിനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു ബ്രൗസറിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് CSP ഹെഡറിന്റെ ജോലി. ഏതൊക്കെയാണ് ട്രസ്റ്റഡ് സോഴ്സ്, എവിടെ നിന്നാണ് ഇത് ലോഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു CSP ഹെഡർ വഴി ബ്രൗസറിന് മനസ്സിലാവും. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു റെസ്പോൺസ് നോക്കുക. ഇത് ഒരു സെർവർ സൈഡിൽ നിന്ന് നിങ്ങളുടെ വെബ് ബ്രൗസറിലേക്ക് വന്ന റെസ്പോൺസ് ആണ്. കണ്ടന്റ് സെക്യൂരിറ്റി പോളിസി എന്ന് കാണാം. ഇതാണ് CSP ഹെഡർ എന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ഡിഫോൾട്ട് സോഴ്സ് സെൽഫ്, സ്ക്രിപ്റ്റ് സോഴ്സ് സെൽഫ്, അതേപോലെ API.google.com ഇമേജ് സോഴ്സ് സെൽഫ്, പിന്നീട് സ്റ്റൈൽ, അതായത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് സോഴ്സ് സെൽഫ്. ഇങ്ങനെ എല്ലാത്തിനും അവസാനം സെൽഫ് എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏത് ലൊക്കേഷനിലെ കണ്ടന്റ് ആണ് സേഫ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പാടുള്ളത് എന്ന് ബ്രൗസറിന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതാണ് CSPയുടെ ജോലി. ഇവിടെ പറഞ്ഞിരിക്കുന്ന സെൽഫിന്റെ അർത്ഥം, നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിന്റെ പേര് example.com എന്നാണ് വിചാരിക്കുക. example.comൽ നിന്നുള്ള കണ്ടന്റ് മാത്രമേ ലോഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇതിന്റെ മീനിങ്. CSP ഹെഡേഴ്സിൽ പലതരത്തിലുള്ള ഹെഡേഴ്സുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് കണ്ടന്റ് സെക്യൂരിറ്റി പോളിസി എന്ന് പറഞ്ഞ ഹെഡർ. ഇത് കൂടാതെ പലതരത്തിലുള്ള ഹെഡേഴ്സുകളുണ്ട്. അതിൽ ഒന്നാണ് HSTS. HSTS എന്ന് വെച്ചാൽ HTTP സ്ട്രിക്റ്റ് ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി എന്നാണ്. ഈ ഒരു റെസ്പോൺസ്, അതായത് ഈ റെസ്പോൺസ് ഒരു സെർവറിൽ നിന്ന് ഒരു ബ്രൗസറിലേക്ക് വന്നതാണ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ട്രിക്റ്റ് ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഹെഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡറിൽ പറഞ്ഞിരിക്കുന്നത് മാക്സ് ഏജ് ഈക്വൽ ടു 3153600 സെക്കൻഡ്സ്, അതായത് ഒരു ഇയറിലേക്കുള്ളതാണ് ഈ പറയുന്ന സെക്കൻഡ്സ്. ഈ ഇത്ര സെക്കൻഡ്സിലേക്ക് HTTPSൽ മാത്രമേ ഈ ഒരു വെബ് പേജ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ HTTPSൽ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. എന്താണ് HTTP, എന്താണ് HTTPS? നിങ്ങൾ ചിലപ്പോൾ ചില വെബ്സൈറ്റിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അവിടെ ആ വെബ്സൈറ്റ് പെട്ടെന്ന് സേഫ് അല്ലെന്ന് പറഞ്ഞ് എഴുതി കാണിക്കുകയും ഒരു മൊത്തത്തിൽ ഒരു റെഡ് കളറിലേക്ക് ആ ഒരു എൻ്റർ വിൻഡോ മാറുകയും ചെയ്തിട്ടുണ്ടാവാം. ഇതിനൊരു കാരണമുണ്ട്. നിങ്ങളുടെ വെബ് പേജസ് റൺ ചെയ്യുന്നത് HTTP അല്ലെങ്കിൽ HTTPSലാണ്.
HTTP എന്ന് വെച്ചാൽ ഹൈപ്പർ ട്രസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTPS എന്ന് വെച്ചാൽ ഹൈപ്പർ ട്രസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സേഫ്. ഇവിടെ HTTPS എന്ന പ്രോട്ടോകോൾ ആണ് കൂടുതൽ സേഫ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ലോഗിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു വെബ് ആപ്ലിക്കേഷനിൽ നിന്ന് സെർവറിലേക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. ഈ പോകുന്ന കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിന് കാരണം ഇപ്പോൾ ഒരു വൈഫൈ അറ്റാക്ക് ചെയ്ത് ഒരു അറ്റാക്കർ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്യാപ്ചർ ചെയ്യാൻ വിചാരിക്കുക. ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് അവർ കാണാൻ പറ്റും. ഇങ്ങനെ പറ്റാതിരിക്കാനാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു അറ്റാക്കർ ക്യാപ്ചർ ചെയ്താലും അതിലെ കണ്ടന്റ് അവർക്ക് കാണാൻ കഴിയുകയില്ല. അതായത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അവിടെ സേഫ് ആണ്. എന്നാൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ HTTPS-ലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ എനിക്കത് ടെസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് HTTPS-ൽ നിന്ന് HTTP-യിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ സേഫ്റ്റി മെഷേഴ്സിനെ ബൈപ്പാസ് ചെയ്യപ്പെടുകയാണ്. ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് HSTS ഹെഡർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു റെസ്പോൺസ് നിങ്ങളുടെ ബ്രൗസറിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ HTTPS മാറ്റി HTTP ആക്കിയാൽ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ അവിടെ വർക്ക് ആകുകയില്ല. ബൈ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ HTTPS-ലേക്ക് മാറിക്കൊണ്ടിരിക്കും. മൂന്നാമതായി വരുന്ന ഹെഡറാണ് എക്സ്പ്രൈം. എന്താണ് എക്സ്പ്രൈം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട്. ഈ ബിസിനസ് നടക്കുന്നത് ഇപ്പോൾ ഈ ബിസിനസിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്താണ്. ഈ ഓഫീസിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഓഫീസിന്റെ മാപ്പ് കൃത്യമായി നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഏത് സ്റ്റേഷനിൽ ഇറങ്ങണം, എവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്നൊക്കെ അവർ കൃത്യമായി മനസ്സിലാകും. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ഒരു വെബ്സൈറ്റിനുള്ളിൽ മറ്റൊരു വെബ്സൈറ്റിന്റെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഈ ഒരു തേർഡ് പാർട്ടി സൈറ്റിലെ നിങ്ങൾ ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഐഫ്രെയിം ടാഗ്. ഈ ഒരു ടാഗിനുള്ളിലാണ് നിങ്ങൾ നിങ്ങളുടെ തേർഡ് പാർട്ടി വെബ്സൈറ്റ് കണ്ടന്റ് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതേ കണ്ടന്റ് ഉപയോഗിച്ച് എന്നാൽ നിങ്ങളുടെ വെബ്സൈറ്റും ഇതേപോലെ മറ്റൊരാൾ ലോഡ് ചെയ്യുന്നു വിചാരിക്കുക. ഒരു എക്സാമ്പിളായി പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രൈം ഉപയോഗിക്കുന്നതിന്റെ മെയിൻ കാരണം ക്ലിക്ക് ജാക്കിംഗ് പോലുള്ള അറ്റാക്ക് ഒഴിവാക്കുവാനായിട്ടാണ്. എന്താണ് ക്ലിക്ക് ജാക്കിംഗ് എന്നുള്ളതിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇങ്ങനത്തെ അറ്റാക്ക് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ടാണ് എക്സ്പ്രൈം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എക്സാമ്പിൾ നിങ്ങൾ കണ്ടു നോക്കൂ. ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്പ്രൈം ഓപ്ഷൻ സെയിം ഒറിജിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സെയിം ഒറിജിൻ, അതായത് ഇൻ കേസ് ഐഫ്രെയിം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തന്നെ വെബ്സൈറ്റിലെ കണ്ടന്റ് കാണിക്കുവാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഇതിന്റെ മീനിങ്. സെയിം ഒറിജിൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങളുടെ ഡൊമൈൻ, അതായത് example.com എന്ന് പറയുന്ന വെബ്സൈറ്റിലെ കണ്ടന്റ് കാണിക്കുവാൻ മാത്രമേ ഈ ഒരു എക്സ്പ്രൈം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഇതിന്റെ മീനിങ്. ലാസ്റ്റ് വണ്ണാണ് എക്സ്പെക്ട് CT. എന്താണ് CT? സർട്ടിഫിക്കറ്റ് ട്രാൻസ്പെറൻസി. നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം പറയുകയാണ് ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എവിഡൻസ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്. ഇതേപോലെ ഓരോ ബ്രൗസറിനും ഇതേപോലെ ഓരോ വെബ്സൈറ്റിനും ഓരോ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും ചില സൈറ്റിലൊക്കെ പറയാറുണ്ട് സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതിനർത്ഥം ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയത് കാരണം ബ്രൗസറിന് ഈ ഒരു സർട്ടിഫിക്കറ്റിലുള്ള ട്രസ്റ്റ്നെസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സർട്ടിഫിക്കറ്റും ഓരോ വെബ്സൈറ്റിലും ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രസ്റ്റഡ് അതോറിറ്റി ഇതിനെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹെഡർ വഴി നമുക്ക് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ട്രസ്റ്റ് വർത്തിയാണോ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ് ഈ ഹെഡർ. ഇവിടെ എക്സ്പെക്ട് CT മാക്സ് സ്റ്റേറ്റ് ഈക്വൽ 86,400 സെക്കൻഡ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് 1 ഡേയിലെ സെക്കൻഡ്സ് ആണ് 86,400 എന്ന് പറയുന്ന സെക്കൻഡ്സ്. അതായത് ഈ ഒരു ബ്രൗസറിൽ ഈ എക്സ്പെക്ട് CT പോളിസി ഒരു ദിവസത്തേക്ക് ഓർമ്മയിൽ നിർത്തണമെന്നാണ് ഇതിന്റെ മീനിങ്. അടുത്തൊരു ഓപ്ഷനാണ് എൻഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം ബ്രൗസറിന് ഈ ഒരു കണ്ടന്റ്, അതായത് CT സർട്ടിഫിക്കറ്റ് ട്രസ്റ്റ് വർത്തിയായിട്ട് തോന്നുന്നില്ലെങ്കിൽ ആ ഒരു കണക്ഷൻ റെഫ്യൂസ് ചെയ്യാനാണ് എൻഫോഴ്സ് കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായി കാണാം റിപ്പോർട്ട് URI. അതിനുശേഷം ഒരു URL കൊടുത്തിട്ടുമുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ട്രാൻസ്പെറൻസി ഫെയിലർ ഉണ്ടാവുകയാണെങ്കിൽ ഈ URL-ലോട്ട് റിപ്പോർട്ട് അയക്കുവാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പഠിച്ചത് കണ്ടന്റ് സെക്യൂരിറ്റി പോളിസിയെ കുറിച്ചാണ്. ഇതൊരു ഡിഫെൻസീവ് അപ്രോച്ച് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത്.
അതായത് ഏത് സോഴ്സിൽ നിന്നാണ് ഏത് കണ്ടന്റാണ് എടുക്കേണ്ടതെന്ന് ഒരു ബ്രൗസറിന് കൃത്യമായി ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് ചാനൽ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ കമന്റിലൂടെ നിങ്ങൾക്ക് ഡൗട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.